പാഠശാലയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്ന് വ്യഞ്ജനങ്ങളിലെ ചവർഗം തുടങ്ങാൻ പോകുക. രണ്ടാമത്തെ വർഗാക്ഷരമായ ചവർഗം. ച ഇ ഛ ജ ഇജ ഞ ഞ ച ഇച്ഛ ജ ഇജ ഞ. ഈ ജ പറയുന്നതിന് അതിൻ്റെ കട്ടിയായിട്ട് ജ, ഈ ച പറയുന്നതിന് അതിൻ്റെ കട്ടിയായിട്ട് ഛ. ച ഇച്ഛ ജ ഇജ ഞ. ഇനി നമുക്ക് ഇതിൻ്റെ വാക്കുകൾ നോക്കാം. ച എല്ലാവർക്കും അറിയാവുന്ന ചക്ക, ചായ, ചാരം, ചാമ. ചക്ക, ചക്കയുടെ കാലമാണിപ്പോൾ. ചക്ക, ചായ ടി, ചാരം ആഷ്, ചാമ ഒരു തരം ധാന്യമാണ് ചാമ. ചക്ക, ചായ, ചാരം, ചാമ. പിന്നെ പള്ളിപ്പുള്ളി വിസർഗമൊക്കെ നമുക്ക് അത് പഠിച്ചിട്ട് അതിൻ്റെ ആ സ്വര ചിഹ്നങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇനി ഛ നോക്കിയേ. ഛ ഛ ഛത്രം. ഛത്രം, ഛത്രം മീൻസ് കുട. ഛായ, ഛായ, ഛത്രം, ഛായ. ഛായ മീൻസ് റിഫ്ലക്ഷൻ. നമ്മൾ വെള്ളത്തിലോ കണ്ണാടിയിലോ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ കാണുന്നില്ല, അതിനെയാണ് ആ റിഫ്ലക്ഷനെയാണ് ഛായ എന്ന് പറഞ്ഞത്. ഛത്രം മീൻസ് കുട. ഛത്രം, ഛായ. ഇനി ജ നോക്കി. ഇത് സംസ്കൃത അക്ഷരം തന്നെയാണ്, അതുകൊണ്ട് ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടാത്തത്. ജ ജനനി, ജനിപ്പിച്ചവൾ. ഉമ്മയാവാ, ഉമ്മ, അമ്മ ഒക്കെ പറയും. ജനനി. ജീരകം, ജീരകം താഴിക. ജനനി അല്ലെങ്കിൽ ജീവനാട്ടെ. ജീവൻ, ജീവൻ. ജാനകി, ജനനി അമ്മ, അമ്മ. ജീവൻ നമ്മുടെ ശരീരത്തിലുള്ള ആ ജീവൻ. ജാനകി. രഘു എന്ന് പറഞ്ഞ ആ രാഘവൻ്റെ ഭാര്യയാണ് ജാനകി. ജനക മഹാരാജാവിൻ്റെ മകളുടെ പേരാണ് ജാനകി. ജനനി, ജീവൻ, ജാനകി. ജ ജ ജ ജനനി, ജീവൻ, ജാനകി. ഇവിടെ ഒരു പുള്ളി വേണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോവും, ഈ ആയിട്ട് മാറും. ഇതിനെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കെട്ടിയിൽ മാത്രമേ ജ ആയിട്ട് മാറത്തുള്ളൂ. അത് കുട്ടികൾ മറന്നു പോകരുത്. ജ ജനനി, ജീവൻ, ജാനകി. നിജ നോക്കി. ജ താഴെ എഴുതിയിട്ട് മുകളിലോട്ട് എഴുതിയ ഇജായി. ജ. നിർജരി, നിർജരി. നിർജരി എന്ന് വെച്ചാൽ അരുവി. നിർജരി. ജഷം, ജഷം, ജഷം. ഝാൻസി, ഝാൻസി റാണിയെ പറ്റിയെല്ലാം കേട്ടില്ലേ? വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഝാൻസി. അവിടുത്തെ ആ റാണിയാണ് ഝാൻസി റാണി. ജഷം മീൻസ് നിർജരി അരുവി. ജ ജ നിർജരി അരുവി. ജഷം മീൻ ഝാൻസി ഒരു സംസ്ഥാനം. ഝാൻസി റാണിയെ പറ്റി സോഷ്യൽ സ്റ്റഡീസൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ടാവും. അന്നേരം നമുക്ക്
കാണാം. നിർജരി, ജഷം, ഝാൻസി. ഞാൻ നോക്കി ഞാൻ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും. ഞാൻ. ഞാവൽ. സൺഡേക്ക് പറഞ്ഞെന്താ? ന്യായം. ഞാവൽ തരം പഴമാണ്. ഞാവൽ, ന്യായ, സൺഡേ. ഞാൻ, ഞാവൽ, ന്യായം. ഇപ്പൊ ജായ്ച്ച ഒന്നുകൂടെ നമുക്ക് നോക്കാം. ച, ഝ, ജ, ച വർഗത്തിലെ 5 അക്ഷരങ്ങളാണ്. ച, ഇച്ഛ, ജ, ഇജ, ഞ. ഇനി ടൈറ്റഡായിട്ടാണോ? ട, ഇട്ട, ഡ, ഇഡ, ന. ലഘുവായിട്ട് ഉച്ചരിക്കണം, കഠിനമായിട്ട് ഉച്ചരിക്കണം. ലഘുവായിട്ട് കഠിനമായിട്ട് മൂക്കിൽ കൂടി തന്നെ. ട, ഠ, ഡ, ഇഡ, ന. ട, ഇട്ട, ഡ, ഇഡ, ന. ഒന്നുകൂടി വായിക്കാം. ട, ഇട്ട, ഡ, ഇഡ, ന. ട ചേർത്ത വാക്ക് നോക്കിയാൽ വട, പടം, തടി, മടി. കടം ഒക്കെ ഉണ്ട്. വട, വട, പടം, പടം, തടി, തടി, മടി, മടി. വട അറിയാമല്ലോ, എണ്ണയിൽ പിടിക്കുന്ന ഒരു പലഹാരമാണ് വട. പടം, പിക്ചർ. തടി എന്ന് വെച്ചാൽ നമ്മുടെ തടിയുള്ള എല്ലാവരും മരമുണ്ട്, തടി. മടി എന്ന് വെച്ചാൽ ലേസി. അപ്പോൾ അറിയാമല്ലോ, വട, പടം, തടി, മടി. ഇനി ഇട്ട. ഇട്ടായി ഇതുപോലെ തന്നെ സംസ്കൃത ലെറ്ററാണ് ഇട്ട. ഇട്ട ആദ്യത്തിൽ വരത്തില്ല, തന്നെ മഠം. രണ്ടും ഒരുപോലെ ഇരുന്ന ടട്ടാന്ന് വയ്ക്കും. അപ്പോൾ ഇത് വലുതും ഇത് ചെറുതുമായിരിക്കും. മഠം. ബ്രാഹ്മണന്മാരൊക്കെ താമസിക്കുന്ന വീടിനെയാണ് ഇല്ലെന്നും മഠം എന്നും പറയും. മഠം. പീഠം, മൂക്കൻ. പീഠം, പാഠശാല, പാഠശാല. മഠം, പീഠം. ഇരിക്കാൻ ഉപയോഗിക്കുന്ന 4 കാലിലെ ചെറിയ പലകയാണ് നമ്മൾ പീഠം എന്ന് പറയുന്നത്. പാഠശാല, പാഠശാല. പള്ളിക്കൂടം അല്ലെങ്കിൽ സ്കൂൾ. ഇംഗ്ലീഷിൽ സ്കൂളെന്നും മലയാളത്തിൽ പള്ളിക്കൂടം എന്നും പറയും. മഠം, പീഠം, പാഠശാല. മഠമെല്ലാം അറിയാമല്ലോ, ബ്രാഹ്മണർ താമസിക്കുന്ന വീടിനെയാണ് മഠം എന്ന് പറയുന്നത്. പീഠം 4 കാലുള്ള ഇരിക്കാനുള്ള ചെറിയ പലകയാണ്. പാഠശാല, പള്ളിക്കൂടം. ഇനി ഡാ നോക്കിയ ഡാ. ഡാൻസ്. മലയാളത്തിൽ എഴുതുമ്പോൾ ഡാൻസ്. വാർഡ്, കാർഡ്, കാർഡ്, വാർഡ്. ഡാൻസ്, വാർഡ്, കാർഡ്. ഡാൻസ് അല്ലേ അറിയാമല്ലോ, നൃത്തം. വാർഡ് നമ്മുടെ പഞ്ചായത്തിനെയാണെങ്കിലും എന്തിനെയാണെങ്കിലും ഓരോ വാർഡായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആശുപത്രി കാണാൻ 5ാമത്തെ വാർഡ്, 6ാമത്തെ വാർഡ്, അങ്ങനെ കുറേ ആളുകളെ ഇങ്ങനെ തിരിച്ചിരിക്കുക. വാർഡ് എന്ന് പറയും. കാർഡ് നമുക്കറിയാമല്ലോ, ഐഡൻറ്റിറ്റി കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, അങ്ങനെ പലതരം കാർഡുകളുണ്ട്. ഡാൻസ്, വാർഡ്, കാർഡ്. ഓക്കെ. ഇനി ഢ മതി. ഇത് സംസ്കൃത ലെറ്ററാണ്. ഢ, ഢ. നമുക്ക് വിഡ്ഢി എഴുതാം. വിഡ്ഢി. വി 2 എണ്ണം ഉണ്ട്. വിഡ്ഢി.
മൂഢൻ മൂഢൻ. വിഡ്ഢി, ഒന്നും അറിയാത്തവനെ അല്ലെങ്കിൽ വേണ്ടാത്തരത്തെ കാണിക്കുന്നതിനെ, ആ ചിന്തയില്ലാതെ വേണ്ടാത്തരം കാണിക്കുന്നതിനെയാണ് വിഡ്ഢി എന്ന് പറയുന്നത്. മൂഢനും അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്തത്. മൂഢൻ, വിഡ്ഢി, മൂഢൻ. ഡപ്പിയുണ്ട്, ഡപ്പി. ഡപ്പി പണ്ടൊക്കെ ചിമിഴെന്നൊക്കെ പറയും. സിന്ദൂരമൊക്കെ ഇട്ടത് ചെറിയ ഡപ്പി, ചെറിയ ചിമിഴ് പോലുള്ള സാധനത്തിനെയാണ് ഡപ്പി എന്ന് പറയുന്നത്. വിഡ്ഢി, മൂഢൻ, ഡപ്പി. വിഡ്ഢി, മൂഢൻ, ഡപ്പി. ഇനി നായ ഇടയ്ക്ക് വരത്തില്ല, നായ ഫസ്റ്റ് ചേർത്ത് വരത്തില്ല. പണം, മണം, മരണം. അത് വേണ്ട, അത് വേണ്ട. മണം, പണം, തിണം, നീണം. നീണം, നീണം മീൻസ് രക്തം. പണം, മണം, നീണം. പണം മീൻസ് മണി, മണം മീൻസ് സ്മെൽ, നീളം മീൻസ് ബ്ലഡ്. പണം, ഇത് പുതിയ വാക്കുകളായതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. പണം, മണം, നീളം. ടായിട്ട് ഒന്ന് വായിക്കാം. ട, ഠ, ഡ, ഇഡ, ന. ഒന്നുകൂടെ. ട, ഇട്ട, ഡ, ഇഡ, ന. ഇത്രയും വാക്കുകളും അതിൻ്റെ പദങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് മനസ്സിലായെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.